ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തി ഫ്രൈ ആണ്. മത്തി ഫ്രൈ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? മത്തി വറ്റിക്കുകയാണ്. അപ്പം അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് മുളക് പൊടി, അതായത് 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഒരു 2-3 വെളുത്തുള്ളി, അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 5-6 ഉള്ളി ചതച്ചു ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് പൂജയുടെയും കാര്യങ്ങളുടെയൊക്കെ തിരക്കായിരുന്നു. അതിനുശേഷം എപ്പോഴാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. എല്ലാവർക്കും കിട്ടുന്ന സാധനമാണല്ലോ മത്തി. ഇപ്പോൾ മത്തി ധാരാളം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏകദേശം ഒരു ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പുളി, സാധാരണ വാളംപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പുളി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു 10-20 ചെറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ആ മത്തിയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇത്രയും നേരം ഗ്യാസ് സ്റ്റവ് സിമ്മാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിനൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് വെക്കാം. ഇത് നമ്മുടെ ചേരുവകളൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഇപ്പോഴാണ് കൂട്ടിക്കൊടുത്തത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇതാ ഈ മത്തി ഉണ്ടല്ലോ, ഈ മത്തികൾ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇടാൻ പോവാണ്. ഈ മത്തിയിൽ ഞാൻ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. നിരത്തി വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഒന്ന് നന്നായിട്ട് സിമ്മാക്കി വയ്ക്കാം. സിമ്മാക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഏകദേശം 2-3 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിക്കാം. ഓക്കെ, നമ്മുടെ മത്തി മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അതിനെ ഓരോന്നോരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് വേവിക്കാം. നോക്കൂ, ഈ മസാലകളൊക്കെ ആ മത്തിയുടെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, എല്ലാം ഓരോ ഭാഗത്തുനിന്നായിട്ട് ആ മസാലയിലേക്ക് കുറച്ചായിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് വേവിക്കും. മത്തി എല്ലാം അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ആ മസാലയായിട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടാവൂലേ. ഗ്രേവിക്ക് വളരെ സ്വല്പം ഗ്രേവി ഉണ്ട്. എന്നാൽ അത് ഫ്രൈ ആണ് അതോ അത് പെരട്ടാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ മത്തി റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഒരു പെരട്ട് പോലെ തന്നെയാണ് കേട്ടോ, അത് ചിക്കൻ പെരട്ടൊക്കെ പോലെ തന്നെയാണ്. നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനി നമ്മൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇടുകയാണ്. എടുത്തോളൂ, കഴിച്ചോളൂ. താങ്ക് യു. മത്തി വറ്റിച്ചത് റെഡി.